നിമിഷം റിപ്പോർട്ടർ നാഷണൽ ബ്രേക്കിംഗ്. ലാലു പ്രസാദ് യാദവിന്റെ മകൾ RJD വിട്ടു. തെരഞ്ഞെടുപ്പ് പരാജയത്തിന് പിന്നാലെ രോഹിണി ആചാര്യ പാർട്ടി വിട്ടു എന്ന വിവരങ്ങൾ പുറത്തുവരുന്നു. ആദിൽ പാലോടാണ് ചേരുന്നത്. അതിൽ വലിയ തോൽവിക്ക് ശേഷം ലാലുവിന്റെ മകൾ തന്നെ പാർട്ടി വിടുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട വിവരമാണോ എത്തുന്നത്? എന്താണ് സംഭവിച്ചത്? തർക്കമാണ് ഈ തീരുമാനത്തിന് പിന്നിലെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സഞ്ജയ് യാദവ് പറഞ്ഞതെല്ലാം താൻ ചെയ്യുന്നു, ഇതിൽ എല്ലാ കുറ്റവും താൻ ഏറ്റെടുക്കുകയാണ് എന്നാണ് രോഹിണി ആചാര്യയുടെ എക്സ് പോസ്റ്റിൽ പറയുന്നത്. അല്പം മുൻപാണ് രോഹിണി ആചാര്യ എക്സിൽ താൻ പാർട്ടിയുമായും കുടുംബവുമായുള്ള എല്ലാ ബന്ധവും അവസാനിപ്പിക്കുകയാണ് എന്ന് തീരുമാനം പ്രഖ്യാപിച്ചത്. പാർട്ടി വലിയ തോൽവിയാണ് ഏറ്റുവാങ്ങിയത്. വലിയ വിജയം പ്രതീക്ഷിച്ചിരുന്നെങ്കിലും 143 സീറ്റിൽ മത്സരിച്ചെങ്കിലും വലിയ തോൽവി ഏറ്റുവാങ്ങുകയായിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ. RJDയുടെ സീറ്റ് നില അങ്ങനെയായിരുന്നു. അതിന് പിന്നാലെ ഇപ്പോൾ എല്ലാ കുറ്റവും ഏറ്റെടുക്കുന്നു എന്ന് എക്സ് പോസ്റ്റ് ഇട്ടുകൊണ്ട് കുടുംബവുമായും പാർട്ടിയുമായുള്ള എല്ലാ ബന്ധവും അവസാനിപ്പിക്കുന്നു എന്നാണ് രോഹിണി ആചാര്യ പറയുന്നത്. നമുക്കറിയാം, ലാലു പ്രസാദ് യാദവിന്റെ മക്കളിൽ ഒരാളാണ് രോഹിണി ആചാര്യ. തേജ് പ്രതാപ് യാദവും നേരത്തെ പാർട്ടി വിട്ടിരുന്നതാണ്. അത് പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയായിരുന്നു. പലതരത്തിലുള്ള പ്രശ്നങ്ങളും കുടുംബപരമായ പ്രശ്നങ്ങളും കാരണം പിന്നീട് ജൻശക്തി ജനതാദൾ എന്ന പാർട്ടി രൂപീകരിച്ച് തേജ് പ്രതാപ് മത്സരിക്കുകയും മഹുവയിലടക്കം തോൽക്കുകയും ചെയ്തിരുന്നു. ഏതായാലും ഇപ്പോൾ തോൽവിക്ക് ശേഷം, പാർട്ടിയുടെ വലിയ തോൽവിക്ക് ശേഷമാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് രോഹിണി ആചാര്യ പോകുന്നത്. സഞ്ജയ് യാദവ് പറയുന്നത് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. സഞ്ജയ് യാദവ് നേരത്തെ തന്നെ വിവാദങ്ങളിലുള്ള ഒരു നേതാവാണ്. RJDയുടെ രാജ്യസഭാ അംഗമാണ്. തേജസ്വിയുടെ പ്രധാനപ്പെട്ട ഒരു ഉപദേശകനാണ്, അടുത്ത സുഹൃത്താണ്. ഈ സഞ്ജയ് യാദവിനെ ചുറ്റിപ്പറ്റി നേരത്തെയും പലതരത്തിലുള്ള വിവാദങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ സഞ്ജയ് യാദവിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടൊരു പോസ്റ്റ് ഇട്ടുകൊണ്ടാണ് രോഹിണി ആചാര്യ പാർട്ടി വിടുന്നു എന്നറിയിക്കുന്നത്. പാർട്ടി വിടുന്നു, കുടുംബവുമായുള്ള എല്ലാ ബന്ധവും അവസാനിപ്പിക്കുന്നു എന്നാണ് രോഹിണി ആചാര്യ ലാലു പ്രസാദ് യാദവിന്റെ മകൾ എക്സിലൂടെ പ്രഖ്യാപിക്കുന്നത്. അതിൽ ഈ രോഹിണി ആചാര്യ നേരത്തെ തന്നെ പറഞ്ഞിരുന്നതാണ്, മുൻ ഉപമുഖ്യമന്ത്രി തേജസ്വി യാദവിന്റെ രാഷ്ട്രീയ ഉപദേഷ്ടാവായ സഞ്ജയ് യാദവിനാണ് പാർട്ടിയിൽ പ്രാധാന്യം കൂടുതൽ, തനിക്കൊരു പ്രാധാന്യവുമില്ല. മാത്രമല്ല, ലാലു പ്രസാദിനെയും തേജസ്വിയെയും ഒക്കെ സമൂഹ മാധ്യമങ്ങളിൽ അൺഫോളോ ചെയ്തിരുന്നു ഒരു സെപ്റ്റംബറോടുകൂടി രോഹിണി ആചാര്യ. അപ്പൊ അതിനൊക്കെ ശേഷം, ഈ ഒരു തോൽവിക്ക് ശേഷം ഒരു കടുത്ത ഒരു തീരുമാനം തന്നെ രോഹിണി എടുത്തു എന്ന് വേണ്ടേ മനസ്സിലാക്കാൻ. തനിക്ക് മത്സരിക്കാനുള്ള അവസരവും തന്നില്ല, മാത്രമല്ല പാർട്ടി ഒരു വലിയ തോൽവി ഏറ്റുവാങ്ങുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ അതിന്റെ ഒരു പ്രതിഷേധം വലിയ രീതിയിൽ തന്നെ കാട്ടുകയാണ് രോഹിണി. തേജസ്വി യാദവാണ് എല്ലാ തീരുമാനങ്ങളും എടുത്തിരുന്നത്. തേജസ്വി യാദവിന്റെ തീരുമാനങ്ങൾക്ക് പിന്നിൽ ഉപദേശകനായ സഞ്ജയ് യാദവാണ് എന്ന് പരക്കെ തന്നെ ആകെ തന്നെ എല്ലാവർക്കും അറിയുന്നതാണ്. എന്നിട്ടും കുറ്റമെല്ലാം തന്റെ മേൽ ചുമത്തുന്നു എന്നുള്ളതാണ് രോഹിണി ആചാര്യയുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. കുറ്റമെല്ലാം ഏറ്റെടുത്തുകൊണ്ട് താനിതാ രാജിവെക്കുന്നു, താൻ പാർട്ടിക്ക് പുറത്തേക്ക് പോകുന്നു, കുടുംബവുമായുള്ള എല്ലാ ബന്ധവും അവസാനിപ്പിക്കുന്നു. ഇത് തേജസ്വിയോട് കലഹിച്ച് പുറത്തു പോകുന്നു എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. കാരണം പാർട്ടിയുടെ എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നത് ഇപ്പോൾ തേജസ്വിയാണ്. ലാലു പ്രസാദ് യാദവും ഭാര്യ റാബ്രി ദേവിയും ഉണ്ടെങ്കിലും തീരുമാനങ്ങളെല്ലാം കൈക്കൊള്ളുന്നതും പാർട്ടിയുടെ എല്ലാ തീരുമാനങ്ങളുടെയും അവസാന വാക്കിപ്പോൾ തേജസ്വി യാദവാണ്. സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചപ്പോഴെല്ലാം ലാലു പ്രസാദ് യാദവ് ചില തീരുമാനങ്ങൾ എടുത്തിരുന്നെങ്കിലും അതൊക്കെ മറികടന്ന് തേജസ്വിയുടെ തീരുമാനങ്ങളാണ് അന്തിമമായി നടപ്പായത്. ഏതായാലും ഇതിനൊക്കെ പിന്നാലെ വലിയ തോൽവി പാർട്ടി ഏറ്റുവാങ്ങി. അതിനുശേഷമാണ് ഇപ്പോൾ എല്ലാ കുറ്റവും ഏറ്റെടുക്കുകയാണെന്ന് എക്സിലൂടെ കുറിപ്പ് പങ്കുവച്ചുകൊണ്ട് പാർട്ടിയിൽ നിന്നും കുടുംബത്തിൽ നിന്നും പുറത്തു പോവുകയാണെന്ന് ലാലു പ്രസാദിന്റെ മകൾ രോഹിണി ആചാര്യ പ്രഖ്യാപിക്കുന്നത്. ആദിൽ പാലോടാണ് വിശദാംശങ്ങൾ നൽകിയത്. 2022 ലാലു പ്രസാദിന് വൃക്ക ദാനം ചെയ്ത മകളാണ് രോഹിണി ആചാര്യ. വർഷങ്ങൾക്കിപ്പുറം ഒരു തെരഞ്ഞെടുപ്പിൽ പാർട്ടി വലിയ തോൽവി ഏറ്റുവാങ്ങി നിൽക്കുന്ന ഘട്ടത്തിൽ അതിനുശേഷം, ആ തോൽവിക്ക് ശേഷം രോഹിണി ആചാര്യ പാർട്ടി വിട്ടിരിക്കുകയാണ്.